നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ കളർകോട് ഉണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതശരീരം അവസാനമായി കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി മന്ത്രിമാരടക്കം നൂറുകണക്കിന് ആളുകൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഒഴുകിയെത്തി. ശക്തമായ മഴയും കാറിൽ കയറാവുന്നതിലും അധികം യാത്രക്കാരും വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിവയാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട അപകടത്തിന് കാരണമെന്ന് ആലപ്പുഴ RTO AK ദിലു. കാറിന്റെ പഴക്കമാണ് പ്രധാന കാരണമെന്നും അധികൃതർ. ട്രാൻസ്പോർട്ട് പെൻഷൻകാരുടെ സമരത്തിന് പിന്തുണയുമായി SUCI രംഗത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷൻകാർ ആരംഭിച്ച പ്രതിഷേധ സമരം ന്യായമായ സമരമാണെന്ന് അഡ്വക്കേറ്റ് MA ബിന്ദു. ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വിവേചനമില്ലാതെ 10,000 രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യവുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വൺ ഇന്ത്യ വൺ പെൻഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലായിരുന്നു ധർണ. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 5-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതശരീരം അവസാനമായി കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി മന്ത്രിമാരടക്കം നൂറുകണക്കിന് ആളുകൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഒഴുകിയെത്തി. ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതശരീരം അവസാനമായി കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി മന്ത്രിമാരടക്കം നൂറുകണക്കിന് ആളുകൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഒഴുകിയെത്തി. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയതിനു ശേഷമാണ് മരണപ്പെട്ടവരുടെ മൃതശരീരം അവസാനമായി തങ്ങൾ പഠിച്ച മെഡിക്കൽ കോളേജിലേക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി കൊണ്ടുവന്നത്. ഇവിടെ പൊതുദർശനത്തിനു സൗകര്യം ക്രമീകരിച്ചതറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, MLA മാരായ PP ചിത്തരഞ്ജൻ, H സലാം, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സഹപാഠികൾ, പൊതുജനങ്ങൾ എന്നിവരും രാവിലെ മുതൽ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. ശക്തമായ മഴയും കാറിൽ കയറാവുന്നതിലും അധികം യാത്രക്കാരും വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിവയാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട അപകടത്തിന്റെ കാരണമെന്ന് ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. കാറിന്റെ പഴക്കമാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശക്തമായ മഴയും കാറിൽ കയറാവുന്നതിലും അധികം യാത്രക്കാരും വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിവയാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട അപകടത്തിന് കാരണമെന്ന് ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. കാറിന്റെ പഴക്കമാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 14 വർഷം പഴക്കമുണ്ട് കാറിന്. 7 പേർക്ക് കയറാവുന്ന വണ്ടിയിലുണ്ടായിരുന്നത് 11 പേരാണ്. ആലപ്പുഴ കളർകോട് തിങ്കളാഴ്ച രാത്രി 9:30 KSRTC ബസ്സിൽ കാറിടിച്ചായിരുന്നു അപകടമുണ്ടായത്. വാടകയ്ക്കെടുത്ത കാറിൽ സിനിമ കാണാൻ പോകുന്ന വഴി കളർകോട് ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. പഴക്കമുള്ള വാഹനമായതിനാൽ തന്നെ ബോഡിയുടെ ശക്തി കുറയുമെന്നും ചെറിയ ഇടി പോലും ഇത്തരം വാഹനങ്ങൾക്ക് താങ്ങാനാകില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. ടയറിന്റെ തേയ്മാനം കാരണം വാഹനം വേഗത്തിൽ തെന്നിമാറുമെന്നും കനത്ത മഴയിൽ ഡ്രൈവർക്ക് റോഡ് കൃത്യമായി കാണാൻ കഴിഞ്ഞിരിക്കില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. കാറ് 90 ഡിഗ്രി തിരിഞ്ഞാണ് ബസ്സിൽ ഇടിച്ചത്. ബസ്സുമായി ഇടിച്ച ഭാഗത്തിന്റെ മറുവശത്തായതിനാലാണ് കാറിന്റെ ഡ്രൈവർ സുരക്ഷിതനായത്. കാറിൽ തിങ്ങിഞ്ഞെരുങ്ങി ഇരുന്നവർക്കിടിയുടെ ആഘാതത്തിൽ ഗുരുതര പരിക്കേറ്റതാവാം മരണത്തിൽ കലാശിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. കളർകോട് വാഹനാപകടം നടന്ന സ്ഥലം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. ട്രാൻസ്പോർട്ട് പെൻഷൻകാരുടെ സമരത്തിന് പിന്തുണയുമായി SUCI രംഗത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷൻകാർ ആരംഭിച്ച പ്രതിഷേധ സമരം ന്യായമായ സമരമാണെന്നും അഡ്വക്കേറ്റ് MA ബിന്ദു അഭിപ്രായപ്പെട്ടു. തികച്ചും ന്യായമായ ആവശ്യങ്ങളുമായി KSRTC പെൻഷൻകാർ നടത്തുന്ന സമരപരിപാടികൾക്ക് സംഘടനയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് MA ബിന്ദു പറഞ്ഞു. പുതിയ ഡിമാൻഡുകൾ ഉയർത്താതെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ നിലനിർത്താനുള്ള സമരം വിജയിപ്പിക്കണമെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MA ബിന്ദു അഭിപ്രായപ്പെട്ടു. പണിയെടുത്ത് ജീവിക്കുന്ന ഏതൊരു വിഭാഗം ജനങ്ങളും
ഇന്ന് സമൂഹത്തിൽ അനാഥരാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ, അധികാരികളുടെ മുന്നിൽ ആ വിഷയങ്ങൾ കൊണ്ടുവന്നെത്തിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുവാൻ, അതിനൊക്കെ വേണ്ടിയാണ് ഈ രാജ്യത്ത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ട്രാംകോ കേബിൾ കമ്പനി, ഇരുമ്പനത്തുള്ള ട്രാംകോ കേബിൾ കമ്പനി സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ശമ്പളം കിട്ടിയിട്ട് 15 മാസമായി. കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ സാമ്പത്തിക ബാധ്യത മൂലം ജീവിക്കണ്ടേ, മനുഷ്യന് കുഞ്ഞുങ്ങൾക്ക് അരി വാങ്ങിച്ച് കഞ്ഞി വെച്ചു കൊടുക്കണ്ടേ, മനുഷ്യനായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ, അതിനുവേണ്ടിയാണ് അവൻ അധ്വാനിക്കുന്നത്. ആ ശമ്പളം 15 മാസമായി മുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ അവിടുത്തെ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. KSRTC പെൻഷൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ധർണാ സമരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ്, P രാധാകൃഷ്ണൻ, G തങ്കമണി, MP പ്രസന്നൻ, KM സിദ്ധാർത്ഥൻ, S പ്രേംകുമാർ, TC ശാന്തിലാൽ, EA ഹക്കീം, A ബഷീർകുട്ടി, KJ ആന്റണി എന്നിവർ സംസാരിച്ചു. കുടിശ്ശിക പെൻഷൻ ഉടൻ അനുവദിക്കുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വിവേചനമില്ലാതെ 10,000 രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യവുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വൺ ഇന്ത്യ വൺ പെൻഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പരിപാടി നടത്തിയത്. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ധർണ. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വിവേചനമില്ലാതെ 10,000 രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യവുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വൺ ഇന്ത്യ വൺ പെൻഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ വൺ ഇന്ത്യ വൺ പെൻഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി റോയി മുട്ടാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 75 വർഷമായി ഈ നാട്ടിലെ വയോജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് യാതൊരു അറുതിയുമില്ല. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നത് മതിയാവാതെ ആർത്തി പണ്ടാരങ്ങളെ പോലെ തട്ടിയെടുക്കുമ്പോൾ, പിച്ചയെടുക്കുന്ന വയോജനങ്ങളുടെ പിച്ചപാത്രം തട്ടിയെടുത്ത് ഓടുന്ന മനോഭാവം കാണിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക്, ഇവിടുത്തെ വയോജനങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം എത്രയോ സമ്പൽ സമൃദ്ധമാണ്. ഈ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയിൽ ഇന്നും വയോജനങ്ങൾ 1,600 രൂപ നക്കപ്പിച്ച പെൻഷൻ പോലും ലഭിക്കാതെ നരകിക്കുന്നുവെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ നമുക്കൊരാൾക്കും കഴിയുകയില്ല. സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സേവ്യർ ചേർത്തല ധർണയിൽ അധ്യക്ഷത വഹിച്ചു. തോമസ് കുട്ടി രാമങ്കരി, സൂരജ് ഹരിപ്പാട്, രമേശൻ കണ്ടല്ലൂർ, ഷൈബു കൈനഗരി, ജോയി ചേർത്തല, ഉണ്ണി കായംകുളം, പ്രതാപൻ ചേർത്തല, ഉദയാനന്ദൻ, വർഗീസ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സമ്മേളനവും കുടുംബസംഗമവും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം ജെൻഡർ പാർക്ക് ഹാളിലെ S രാമചന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ ഭക്ഷ്യമേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരാണ് റേഷൻ ലൈസൻസ്. എന്നാൽ ആ ഒരു പരിഗണന നമ്മുടെ കേരളത്തിലെ റേഷൻ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന പരിശോധനയാണ് നാം നടത്തേണ്ടത്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന കാർഡുടമകൾക്ക് രാജ്യത്തിന് തന്നെ മാതൃകയായ ഏറ്റവും സുശക്തമായ പൊതുവിതരണ ശൃംഖല നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന തരത്തിൽ ഏറ്റവും സുശക്തമായ ഈ പൊതുവിതരണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട ചുമതലക്കാർ, നടത്തിപ്പുകാർ എന്ന തരത്തിൽ റേഷൻ ലൈസൻസുകൾക്ക് വ്യാപാരികൾക്ക് അർഹമായ ഒരു പരിഗണന ലഭ്യമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. താലൂക്ക് പ്രസിഡന്റ് ഉദയകുമാർ ഷേണായി ചടങ്ങിൽ അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കാരറ്റ് മുഖ്യപ്രഭാഷണം നടത്തി.
KSRRDA സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ഷിജീർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ ഉപാധ്യക്ഷൻ KS ആസിഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉഴമലക്കൽ വേണുഗോപാൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസർ സേതുലക്ഷ്മി മുഖ്യാതിഥിയായി. S. ഹേമചന്ദ്രൻ, T. ഹരികുമാർ, NK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ താലൂക്ക് ജനറൽ സെക്രട്ടറി KR ബൈജു ചടങ്ങിന് സ്വാഗതവും താലൂക്ക് സെക്രട്ടറി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തെ തുടർന്ന് പ്രമുഖ മാന്ത്രികൻ ദീപുരാജിന്റെ നേതൃത്വത്തിൽ മിമ ഷോയും കുമാരി ദിൽന അമാനയുടെ ക്ലാസിക്കൽ ഡാൻസും മറ്റ് കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 5-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 5-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ കേരള കയർ വർക്കേഴ്സ് സെന്ററിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 5-ാം തീയതി കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന സൂചനാ പണിമുടക്കിനെ കുറിച്ചാണ് ഈ പ്രസ് കോൺഫറൻസിൽ പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും കയർ തൊഴിലാളികളുടെ കൂലി നിശ്ചയിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. കൂലി പുതുക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 240 രൂപ സൊസൈറ്റികളും അല്ലെങ്കിൽ ചെറുകിട ഉൽപ്പാദകരും അതിനോട് ചേർത്ത് ഗവൺമെൻറ് 110 രൂപ വരുമാനം ഉറപ്പ് പദ്ധതി ഇൻകം സപ്പോർട്ട് സ്കീമിൻ്റെ ഭാഗമായി അങ്ങനെ 350 രൂപയാണ് കയർ തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. കയർപിരി തൊഴിലാളികളുടെ കൂലി കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർത്തു നൽകുക, ഉൽപ്പാദന മേഖലയിൽ IRC തീരുമാനം നടപ്പിലാക്കുക, കയർഫെഡ് മുഖേന ചകിരിക്ഷാമം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ പണിമുടക്ക് സംഘടിപ്പിക്കുന്നതെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU സംസ്ഥാന പ്രസിഡന്റ് CB ചന്ദ്രബാബു, ജനറൽ സെക്രട്ടറി KK ഗണേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതശരീരം അവസാനമായി കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി മന്ത്രിമാരടക്കം 100 കണക്കിന് ആളുകൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഒഴുകിയെത്തി. ശക്തമായ മഴയും കാറിൽ കയറാവുന്നതിലും അധികം യാത്രക്കാരും വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിവയാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട അപകടത്തിന് കാരണമെന്ന് ആലപ്പുഴ RTO AK ദിലു. കാറിന്റെ പഴക്കമാണ് പ്രധാന കാരണമെന്നും അധികൃതർ. ട്രാൻസ്പോർട്ട് പെൻഷൻകാരുടെ സമരത്തിന് പിന്തുണയുമായി SUCI രംഗത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷൻകാർ ആരംഭിച്ച പ്രതിഷേധ സമരം ന്യായമായ സമരമാണെന്ന് അഡ്വക്കേറ്റ് MA ബിന്ദു. ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വിവേചനമില്ലാതെ 10,000 രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യവുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വൺ ഇന്ത്യ വൺ പെൻഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലായിരുന്നു ധർണ. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 5-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.